ഒട്ടും സമയമില്ലാത്തപ്പോൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ആയിട്ട് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കുട്ടികൾക്കും നല്ല ഇഷ്ടമാട്ടോ. ഈ രീതിയിലാണ് നിങ്ങൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യവും ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിതുപോലെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ടതിന് ശേഷം അതിലേക്ക് 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂണ് നോർമൽ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ തീയിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോകുന്ന പേടിയുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓൺ ആക്കിയാൽ മതി കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ, ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു മസാലയിൽ ഇത് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്യുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ചിക്കനിൽ നിന്ന് തന്നെ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇറങ്ങി വരും. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തയ്യാറാക്കാൻ. വേണ്ടോ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കറിയാമല്ലോ ചിക്കൻ എത്രത്തോളം വേവ് വേണമെന്ന്. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ വെള്ളമൊക്കെ വറ്റി വരികയും വേണം. വെള്ളം ഒക്കെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമുക്ക് എത്ര എരിവിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് 2 പച്ചമുളകൊക്കെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില കൂടി ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കഴിക്കാം. പക്ഷേ ഒന്നുകൂടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് ടൊമാറ്റോ സോസാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണൊന്നും പോരാ, 1/4 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ ആ ഒരു ചിക്കനിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട്. അപ്പം എരിവും അതുപോലെ തന്നെ നല്ല മധുരവും ഒക്കെ ഉള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എരിവ് എന്ന് പറയുമ്പോൾ ഞാൻ കാശ്മീരിയാണ് ഇട്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാനും പറ്റും. വല്ലാണ്ട് എരിവില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള എരിവും അതുപോലെ മധുരവും ഒക്കെയുള്ള കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് തയ്യാറാക്കി നോക്കുകൊണ്ടു. അപ്പോൾ നമ്മുടെ സോസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്